ഹാപ്പി ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പലപ്പോഴും നാം പത്രത്തിൽ വായിക്കാറുണ്ട്, മക്കൾ മാതാവിനെ വഴിയിൽ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു, അല്ലെങ്കിൽ മക്കൾ മാതാക്കളെ അല്ലെങ്കിൽ പിതാക്കന്മാരെ വൃദ്ധസദനത്തിലാക്കി കടന്നു കളഞ്ഞു, മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ക്രൂരമായ മർദ്ദനം തുടങ്ങിയിട്ടുള്ള വാർത്തകൾ പലപ്പോഴും നാം കാണാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? വളരെയധികം നൊന്തുപറ്റ സ്വന്തം മാതാവിനോട് തന്നെ, അല്ലെങ്കിൽ എല്ലാ സംരക്ഷണവും കൊടുത്ത് മുഴുവൻ ചെലവുകളും എടുത്ത് വിദ്യാഭ്യാസവും എല്ലാം നേടിക്കൊടുത്ത സ്വന്തം പിതാവിനെ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് പലപ്പോഴും മക്കൾ? ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, ഈ കുഞ്ഞ് പിറന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞ് ഗർഭത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് വേണമോ വേണ്ടയോ എന്ന മാതാപിതാക്കളുടെ ചിന്ത. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഇപ്പോൾ ജനിക്കേണ്ടിയിരുന്നില്ല എന്ന മാനസികാവസ്ഥയിൽ ആണ് ആ കുഞ്ഞിന് ഗർഭം ധരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്ന താല്പര്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് കുഞ്ഞ് പിറന്നു വീഴുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഗർഭം ധരിക്കുന്നതെങ്കിൽ, ആ കുഞ്ഞിന് മക്കളുമായി മാനസികമായ അടുപ്പം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ കുറഞ്ഞതായി കാണുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത് മെൻ്റൽ പ്രഗ്നൻസി ഫസ്റ്റ്. ആദ്യം ഗർഭം ധരിക്കേണ്ടത് മനസ്സിലാണെന്ന്. ഗർഭം ധരിക്കുന്ന മാതാവ് അതുപോലെ തന്നെ പിതാവും ആദ്യം ആ കുഞ്ഞിന് ഗർഭം ധരിക്കേണ്ടത് മനസ്സിലാണ്. ആദ്യമായി കുഞ്ഞു വേണം എന്ന അതിയായ ഒരു താല്പര്യം മനസ്സിലുണ്ടാവുക എന്നതാണ്. ഇപ്പോൾ കുഞ്ഞു വേണ്ട എന്ന താല്പര്യത്തിലിരിക്കുന്ന സമയത്ത് പിറന്ന പല കുഞ്ഞുങ്ങളും മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് മാതാപിതാക്കളുമായി ഇമോഷണൽ ബോണ്ട് അല്ലെങ്കിൽ മെൻ്റൽ ഇൻറ്റിമസി, മാനസികമായ അടുപ്പം വളരെയധികം കുറഞ്ഞതായിട്ട് പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. ചില രക്ഷിതാക്കൾ ചില കുട്ടികളുമായി കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയാറുണ്ട്, എൻ്റെ മകൻ സ്വന്തം വീട്ടിൽ നിൽക്കാൻ വല്ലാത്ത മടിയാണ്, അപ്പുറത്തുള്ള എൻ്റെ ബന്ധു വീടുകളിൽ പോകുവാനും, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അവൻ്റെ പിതാവിൻ്റെ സഹോദരന്മാരുടെ വീട്ടിൽ പോയി താമസിക്കുവാനൊക്കെ വളരെയധികം താല്പര്യമാണ്, സ്വന്തം വീട്ടിൽ നിൽക്കാൻ അവന് പ്രശ്നമാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ആ കുഞ്ഞ് ഗർഭത്തിൽ ജനനം കൊള്ളുന്ന സമയത്ത്, അത് അണ്ടബീജ സങ്കലനം നടന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് അതൊരു കുഞ്ഞായി രൂപാന്തരപ്പെട്ട് വരുന്ന സമയത്ത് ആ കുഞ്ഞ് ഇപ്പോൾ വേണ്ട എന്ന താല്പര്യത്തിലായിരുന്നു രക്ഷിതാക്കൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ചില കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടി മാതാപിതാക്കൾ തീരുമാനിക്കുകയും അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് കടന്നു വന്ന് ജന്മം കൊള്ളുന്ന ചില കുഞ്ഞുങ്ങൾ നിരന്തരമായി മാതാപിതാക്കളുമായി പ്രശ്നത്തിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, നിരന്തരമായി പിതാവുമായും മാതാവുമായും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനനം കൊള്ളുന്ന സമയത്ത് ചില സൈക്കോളജിസ്റ്റുകൾ ചോദിക്കാറ് വരെയുണ്ട്, ചില കുട്ടികളെ ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന സമയത്ത് പലരും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത്, ഇസ് ഇറ്റ് എക്സ്പെക്റ്റഡ് ഓർ അൺഎക്സ്പെക്റ്റഡ്? ഈ കുഞ്ഞിനെ നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് ആണോ ഗർഭം ധരിച്ചത്, അല്ലെങ്കിൽ വേണ്ട അൺഎക്സ്പെക്റ്റ് ചെയ്തിരുന്ന സമയത്താണോ ഉണ്ടായിരുന്നത്? അൺഎക്സ്പെക്റ്റഡ് ആണ് ആ കുട്ടി എന്നാണ് അവരുടെ ഉത്തരമെങ്കിൽ, ആ കുട്ടിയുടെ ചില പ്രശ്നങ്ങൾക്ക് കാരണം അതാണ് എന്ന് ആ സൈക്കോളജിസ്റ്റിന്, കൗൺസിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഒരു കുട്ടി വളരെ ആരോഗ്യകരമായ രീതിയിൽ, പ്രത്യേകിച്ചും ഇമോഷണൽ ഹെൽത്ത്, വൈകാരികമായ ആരോഗ്യത്തോടു കൂടെ ജനിച്ച് വളർന്നു വരുന്നതിൽ മാതാപിതാക്കളുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് നല്ല രീതിയിൽ രൂപപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, ഗർഭധാരണം നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്ന്. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെൻ്റൽ പ്രഗ്നൻസി ആദ്യം വേണം, മാനസികമായ പ്രഗ്നൻസിയാണ്, ഗർഭധാരണമാണ് ആദ്യം വേണം എന്ന് പറയുന്നത്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ ഒരു വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അങ്ങനെ നല്ല ആരോഗ്യവും മാതാപിതാക്കളുമായി നല്ല ബന്ധവുമുള്ള മക്കൾ നമുക്ക് വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.